അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി അധികായരായ ബ്ലാക്ക് സ്റ്റോണിന് 6196 കോടി രൂപ വിലമതിക്കുന്ന 10% ഓഹരി പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി കൈമാറാൻ ഫെഡറൽ ബാങ്ക് തീരുമാനം. ഇക്കാര്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിച്ചു. പുതിയ ഓഹരികൾ യോഗ്യരായ നിക്ഷേപകർക്ക് മുൻഗണനയിൽ നൽകുന്നതാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ. വില ഓഹരി ഒന്നിന് 227 രൂപ. കറി പൗഡർ ഉൽപാദകരായ ഈസ്റ്റേണിനെയും MTR ഫുഡ്സിനെയും ഏറ്റെടുത്ത നോർവേയുടെ ഓർക്കല പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് ഒക്ടോബർ 29 മുതൽ 31 വരെയുള്ള ഓഫർ ഫോർ സെയിൽ വഴിയാണ് IPO. ഓഹരി വില 695-730 രൂപ. 2.28 കോടി ഓഹരികളാണ് വിൽക്കുന്നത്. കമ്പനിയുടെ മൂല്യം 10,000 കോടിയിലേക്ക്. ആലപ്പുഴയിൽ പിറന്ന ഇന്ത്യയിലെ പ്രമുഖ കിടക്ക സോഫ ഉൽപാദകരായ ഡ്യൂറോഫ്ലക്സും IPOയുമായി ഓഹരി വിപണിയിലേക്ക്. 184 കോടിയോളം രൂപ സമാഹരിക്കാനുള്ള ലക്ഷ്യത്തിൽ സെബിക്ക് രേഖകൾ സമർപ്പിച്ചു. കിടക്ക മാത്രമല്ല, മലയാളികൾക്ക് ഡ്യൂറോഫ്ലക്സ് ഓഹരികളും സ്വന്തമാക്കാൻ അവസരം. പാകിസ്ഥാനിൽ തക്കാളിക്ക് കിലോഗ്രാമിന് ഇന്ത്യൻ കറൻസിയിൽ 188 രൂപ. ഇക്കഴിഞ്ഞ 11-ന് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി അടച്ചതോടെയാണ് ഇത്. വിലവർധന 400%. ആപ്പിൾ പോലെ അഫ്ഗാനിൽ നിന്ന് വന്നിരുന്ന മറ്റുള്ളവയ്ക്കും വലിയ വിലക്കയറ്റം. ഇന്ത്യൻ പരസ്യകലാ ലോകത്തെ ആചാര്യൻ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. ഏഷ്യൻ പെയിന്റ്സും ഫെവിക്കോളും മുതൽ നിരവധി പ്രമുഖ കമ്പനികളുടെ ഈടുറ്റ പരസ്യങ്ങൾക്കൊപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ എത്തിയ 2014 അബ് കി ബാർ മോദി സർക്കാർ പരസ്യത്തിന്റെയും രൂപകൽപ്പനക്കാരനാണ് ഒഗിൽവി ഇന്ത്യയുടെ അമരം പിടിച്ച 70-കാരനായ രാജസ്ഥാൻ സ്വദേശി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.